അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതായത് ശശി തരൂരിന്റെ മുന്നിലുള്ള സാധ്യതകൾ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അത് തരൂർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും തരൂരിന്റെ മുന്നിലുള്ള സാധ്യതകളെ നമ്മൾ കൗണ്ട് ചെയ്താൽ എന്തൊക്കെയായിരിക്കും? ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു മികച്ച പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് BJP-യിലേക്ക് ഒരു ക്ഷണമുണ്ടാകുമോ? അതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എതിർപ്പ് കോൺഗ്രസ് പാർട്ടിയോടല്ല, നയങ്ങളോടല്ല, അത് ഗാന്ധി കുടുംബത്തിൻ്റെ നേതൃത്വത്തോടാണെങ്കിൽ അവിടെ പടപൊരുതി നിൽക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ കോൺഗ്രസ് ആധിപത്യത്തിൽ ഇഷ്ടപ്പെടാത്ത ഈ വിശാല പ്രതിപക്ഷ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും തരൂരിന് ഇടം കിട്ടാൻ സാധ്യതയുണ്ടോ? അതല്ല കേരളമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകമാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി പോലെയുള്ള പദവികൾ അല്ലെങ്കിൽ മികച്ച പദവികളാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ പാളയത്തിൽ എവിടെയെങ്കിലും ഒരു ഇടമുണ്ടാകുമോ? എന്ന് തുടങ്ങി നമുക്ക് അഭ്യൂഹങ്ങളിൽ എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും വിധത്തിലാണ് തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇപ്പോൾ അടിക്കടി മാറ്റിക്കൊണ്ട് ഒരു അടവുകളായി പുറത്തേക്ക് എടുക്കുന്നത്. താങ്കൾ ഏത് സാധ്യതയാണ് പ്രബലം എന്ന നിലയിൽ കാണുന്നത്? താങ്കൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കുറേ അഭ്യൂഹങ്ങൾ ഉണ്ടെന്നുള്ളത്. ആ അഭ്യൂഹങ്ങളിൽ ഭാഗമാകുവാൻ ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എനിക്ക് പറയാൻ താല്പര്യം, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ താല്പര്യം ഒരു കാര്യം, എപ്പോഴും തരൂര് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ആവശ്യത്തിനോ അല്ലാതെയോ ആയിട്ട് വളച്ചൊടിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ, അതിൻ്റെ ഒരു ശകലം എടുത്തുകൊണ്ട് 3 ദിവസം ചാനലുകളെല്ലാം ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ അതിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ ഇൻ്റർവ്യൂ വന്നപ്പോൾ അദ്ദേഹം തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജെന്യുവിനായിട്ട് പറയുന്ന കാര്യങ്ങളും വളച്ചൊടിക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AICC ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞിട്ടാണ് മല്ലികാർജുൻ ഖാർഗെയെ അന്ന് പൊസിഷൻ ചെയ്യപ്പെട്ടത്. എന്നിട്ട് പോലും തരൂരിന് ഒരുപാട് പിന്തുണ കിട്ടി. അത് സോഷ്യൽ മീഡിയയിൽ വന്ന പിന്തുണയെക്കുറിച്ചടക്കം ചാനലുകളിൽ ചർച്ച ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ യുവ നേതാക്കന്മാർക്കും ഒക്കെ ഒരു തരൂരിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ വന്നിരുന്ന കമൻറ്റുകൾ എല്ലാം ആ തരത്തിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ പോയി നോക്കിയാൽ കാണുന്ന കമൻറ്റുകളിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ചിത്രം വ്യക്തമാവും. അതൊരിക്കലും ഒരു സൈബർ പോരാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതല്ല. ആ പ്രൊഫൈൽ ഒരു സാമാന്യ ബോധമുള്ള ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ കുറേ വികാരങ്ങൾ അദ്ദേഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഒരു പെട്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ അദ്ദേഹം വിശദീകരിക്കുമോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഉദ്ദേശവും ഒരു ലക്ഷ്യവും ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് വെല്ലുവിളികൾ സൃഷ്ടിക്കാം എന്നുള്ളതടക്കം ആകാം. ഏതായാലും അഭ്യൂഹങ്ങൾ തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലുള്ള.